Okay, WKB approximation. So the WKB, Wenzel, Kramers and Brillouin method, they are introduced this method. Okay, it is a technique for obtaining approximate solution to the time-independent Schrodinger equation in one dimension, or the equation that can be reduced to 1D in one dimension. Okay, basically this approximation method is useful in calculating bound state energies and tunneling rates through potential barriers. Okay, time independent Schrodinger equation ആണ് നമ്മളിവിടെ സോൾവ് ചെയ്യുന്നത്. Okay, the essential idea is that, so imagine a particle of energy E moving through a region when the potential, where the potential V of x is constant. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതിന് എനർജി E ആണ്. വി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യലുള്ള ഭാഗത്ത് കൂടി അത് ക്രോസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 3 കേസാണ് പഠിച്ചിട്ടുള്ളത്. എന്താണ്? ഈ ഗ്രേറ്റർ ദാൻ വി, ഈ ലെസ് ദാൻ വി, ഈ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വി. നമ്മൾ ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യാണ്, ഈ ഗ്രേറ്റർ ദാൻ വി ആണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വേവ് ഫംഗ്ഷൻ സൈ ഓഫ് എക്സ് ഈക്വൽ ടു എ ഇ റൈസ് ടു പ്ലസ് ഓർ മൈനസ് ഐ കെ എക്സ് ആണ് വരിക. അപ്പോൾ ഇതിൽ പ്ലസ് സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റിലേക്കും, അതായത് പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് പോകും. അതേപോലെ തന്നെ നെഗറ്റീവ് സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്കും പോകും. ഓക്കെ, വേവ്. അതേപോലെ തന്നെ കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2m ഇൻറ്റു ഇ മൈനസ് വി ഡിവൈഡ് ബൈ എച്ച് കട്ടാണ്. ഓക്കെ, ഇനി ലാംഡ ഈസ് ഈക്വൽ ടു 2π ബൈ കെ. കെ നമ്മൾ ഡിഫൈൻ ചെയ്തു. എ ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ആണ്, അത് അൺചേഞ്ച്ഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് ഈസ് അൺചേഞ്ച്ഡ്. ആൻഡ് നെക്സ്റ്റ് കേസ് ഈ ലെസ് ദാൻ വി ആണ്. അവിടെ എന്താണ്? വി കോൺസ്റ്റൻ്റ് തന്നെയാണെങ്കിൽ സൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എ ഇ റൈസ് ടു പ്ലസ് ഓർ മൈനസ് കെ എക്സ്. ഈ ജനറൽ സൊല്യൂഷൻ കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് 2m ഇൻറ്റു വി മൈനസ് ഇ ഡിവൈഡ് ബൈ എച്ച് കട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് നമ്മളെന്താ, ഈ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വി ആണ് ആൻഡ് വി ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. അപ്പം ഈ ഒരു റീജിയൻ ആണ്, അല്ലെങ്കിൽ ഈ ഒരു കേസാണ്, ദിസ് ഈസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ദി WKB approximation, where E approximately equal to V and V of x is not constant. Okay, it is varies. V of x varies slowly in comparison to lambda, where lambda is equal to 2π by k, that is V of x varies in comparison with the 1 by k. Okay, so the solution remains practically exponential. A and k are also varying because A is the amplitude, it varies as a function of x, and k is also a function of x. Okay, and so in the immediate vicinity of a classical turning point, E approximately equal to V. അപ്പം നമ്മൾ ഗ്രാഫിക്കലി എങ്ങനെ കാണിക്കുക? വി ഓഫ് എക്സ് ആണ്, ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എന്നുണ്ടെങ്കിൽ എനർജി, പാർട്ടിക്കിളിൻ്റെ എനർജി ഇ ആണ്. സോ ഈ 2 പോയിൻറ്റ്സ് ആയിരിക്കും എന്താ ക്ലാസിക്കൽ ടേണിംഗ് പോയിൻറ്റ്സ് എന്നുള്ളത്. ഈ ഭാഗത്താണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെസ് ദാൻ വി ആവുന്ന ഈ ഒരു റീജിയനിൽ എന്താണ്, പാർട്ടിക്കിളിനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷേ അറ്റ് ദി ടേണിംഗ് പോയിൻറ്റ്സ് എന്താണ്, 1 by k എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വി ആണ്. സോ 1 by k എന്ന് പറയുന്നത് വരും 1/0, അതായത് ഇൻഫിനിറ്റി. കെ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പൊട്ടൻഷ്യൽ വാരി ചെയ്യുന്നുണ്ട് ഇൻ കമ്പയറബിൾ വിത്ത് 1 by k എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. So we can say that a proper handling of the turning points is the most difficult aspect of the WKB approximation. Okay, though the final results are simple to state and easy to implement. So ഈ ഒരു കേസിൽ WKB approximation ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ടേണിംഗ് പോയിൻറ്റ്സിൽ ക്ലാസിക്കൽ ടേണിംഗ് പോയിൻറ്റ്സ് ആണ്. ക്ലാസിക്കൽ റീജിയൻ, ദ ക്ലാസിക്കൽ റീജിയൻ. ഓക്കെ, അത് കൺസിഡർ ചെയ്യുക. ഈ ഒരു ഭാഗമായിരിക്കും ക്ലാസിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, we want to solve the Schrodinger equation, time independent Schrodinger equation ആണ് HSI is equal to E psi. Okay, so minus h cross square divided by 2m into d square psi by dx square plus V of x into psi, that is equal to E psi. Okay, ഇവിടെ V of x into psi. Okay, V of x into psi is equal to E psi, and momentum will be P of x is equal to root of 2m into E minus V ഓഫ് എക്സ്. ഇവിടെ വി ഓഫ് എക്സ് ആണ്. വി പറഞ്ഞു നമ്മൾ വാരി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, സ്ലൈറ്റായിട്ട് വാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, മുന്നേയൊക്കെ നമ്മൾ പഠിച്ചത് വി കോൺസ്റ്റൻ്റ് ആയിരുന്നു, പക്ഷേ ഇവിടെ WKB അപ്രോക്സിമേഷൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കേസിലാണ്. അപ്പോൾ വി ഓഫ് എക്സ് ആണ്, ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വാരിയിങ് വിത്ത് വെരി സ്ലോലി വിത്ത് എക്സ്. ഓക്കെ, സോ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ
So P is the classical momentum, okay, of a particle with the total energy E and potential V of x. Okay, so for the moment assume that E is greater than V of x, so that P of x is real. E is greater than V of x ആകുമ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി പോസിറ്റീവ് ആയിരിക്കും, അപ്പോൾ P of x റിയൽ ആയിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്ലാസിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. അതാണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്, ക്ലാസിക്കൽ റീജിയൻ അല്ലേ. ഈ ഗ്രേറ്റർ ദാൻ ബി ആവുമ്പോൾ അതിന് നമ്മൾ ക്ലാസിക്കൽ റീജിയൻ എന്ന് പറയും. പൊട്ടൻഷ്യൽ ഈയുടെ താഴെയല്ലേ കിടക്കണേ. സോ ക്ലാസിക്കലി ദ പാർട്ടിക്കിൾ ഈസ് കൺഫൈൻഡ് ടു ദിസ്. ക്ലാസിക്കലി പറയുകയാണെങ്കിൽ പാർട്ടിക്കിൾ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഈ ഒരു റീജിയനിൽ മാത്രമാണ് പാർട്ടിക്കിൾ ഉണ്ടാവുള്ളൂ, ഈ ഒരു ക്ലാസിക്കൽ റീജിയനിൽ. ഓക്കെ, സോ ഇൻ ജനറൽ സൈ ഈസ് സം കോംപ്ലക്സ് ഫംഗ്ഷൻ. സൈനെ നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതുന്നത്. ഓക്കെ, വി ക്യാൻ എക്സ്പ്രസ് ഇറ്റ് ഇൻ ടേംസ് ഓഫ്, ഇപ്പോൾ സൈനെ നമുക്ക് ആംപ്ലിറ്റ്യൂഡിൻ്റെയും അതേപോലെ തന്നെ സം ഫേസ് ഫൈ ഓഫ് എക്സിൻ്റെ ഒക്കെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫ്രം ദിസ് ഇക്വേഷൻ ഇത് നമുക്ക് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് പി ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു സൈ ആണ്. ഇ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ, പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊമെൻറ്റം. സോ അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇ ഗ്രേറ്റർ ദാൻ വി ഓഫ് എക്സ് ആണെങ്കിൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും. സോ ഇതിനെയാണ് നമ്മൾ ക്ലാസിക്കൽ റീജിയൻ എന്ന് പറയുക. പ്രാക്ടിക്കലി ഫൈ എന്തായിരിക്കും, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സൈ ഓഫ് എക്സിനെ നമുക്ക് എന്തിൻ്റെയൊക്കെ ടേംസിൽ, ആംപ്ലിറ്റ്യൂഡ് എയുടെ ടേംസിലും അതേപോലെ തന്നെ ഫേസ് ഫൈ ഓഫ് എക്സിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാം. സോ സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റൈസ് ടു ഐ ഫൈ ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഡി സൈ ബൈ ഡി എക്സ് നമ്മൾ ഡി സൈ ബൈ ഡി എക്സ് സൈ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതിന് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ ഡി സൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റൈസ് ടു ഐ ഫൈ എക്സ് ഡോട്ട് ഐ ഇൻറ്റു ഡി ഫൈ ബൈ ഡി എക്സ് പ്ലസ് ഇ റൈസ് ടു ഐ ഫൈ എക്സ് ഇൻറ്റു ഡി എ ബൈ ഡി എക്സ്, അതായത് പ്രൊഡക്റ്റ് റൂള്. ഇനി നമ്മൾ പ്രൈം വെച്ചിട്ടാണ് ഈ ഡെറിവേറ്റീവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഉള്ള ഡെറിവേറ്റീവിനെ പ്രൈം വെച്ച് നോട്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും, ഡി സൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എ പ്രൈം പ്ലസ് ഐ ഇൻറ്റു എ ഫൈ പ്രൈം ഇൻറ്റു ഇ റൈസ് ടു ഐ ഫൈനെ പുറത്തേക്ക് എടുത്തു. സോ എഗെയിൻ ഒരു വട്ടം കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഡബിൾ പ്രൈം പ്ലസ് 2i ഇൻറ്റു എ പ്രൈം ഫൈ പ്രൈം പ്ലസ് ഐ എ ഡബിൾ ഫൈ പ്രൈം എ ഫൈ പ്രൈം സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു ഐ ഫൈ. അപ്പോൾ ഇതിന് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, കാരണം അതിലാണ് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെ ഫോമിലേ കിടക്കണം. അപ്പോൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ ഡിവൈഡ് ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു സൈ എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് എന്ത് കിട്ടും, എ ഡബിൾ പ്രൈം പ്ലസ് 2i എ പ്രൈം ഫൈ പ്രൈം പ്ലസ് ഐ ഇൻറ്റു എ ഫൈ ഡബിൾ പ്രൈം മൈനസ് എ ഫൈ പ്രൈം സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ ഡിവൈഡ് ബൈ എച്ച് കട്ട് സ്ക്വയർ എ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, എ ഡബിൾ പ്രൈം കാണാം. എ ഡബിൾ പ്രൈം ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഫൈ പ്രൈം സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഡിവൈഡ് ബൈ എച്ച് കട്ട് സ്ക്വയർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓക്കെ, എ ഡബിൾ പ്രൈം നമുക്ക് കിട്ടി. ആൻഡ് ഇതിനെ സോ ഈ ഒരു ഇക്വേഷന് റിയൽ പാർട്ടും ഉണ്ട് ഇമാജിനറി പാർട്ടും ഉണ്ട്. അപ്പോൾ ആ റിയൽ പാർട്ടിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ റിയൽ പാർട്ടിൽ നിന്നാണ് നമുക്ക് എ ഡബിൾ പ്രൈം കിട്ടിയത്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ത് ചെയ്യുകയാണ്, ഇമാജിനറി പാർട്ട് ഈക്വൽ ടു 0 കൊടുക്കുക. അതിൽ നിന്ന് എ സ്ക്വയർ ഫൈ പ്രൈം ദി ഹോൾ പ്രൈം ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ട ഈ ഇക്വേഷൻ തന്നെയാണ് കിട്ടുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദെൻ 2 and 3. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസും ഷോർഡിഞ്ചർ ഇക്വേഷൻസിന് ഒറിജിനൽ ഷോർഡിഞ്ചർ ഇക്വേഷന് ഇക്വലൻ്റ് ആണ്. സോ ഈ മൂന്നാമത്തെ ഇക്വേഷൻ നമുക്ക് എ സ്ക്വയർ ഫൈ പ്രൈം ഇസ് ഈക്വൽ ടു സി സ്ക്വയർ, കാരണം ഡെറിവേറ്റീവ് 0 ആവണമെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റി എന്തായിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മളതിന് സി സ്ക്വയർ എന്ന് എടുത്തു. സോ എ ഈസ് ഈക്വൽ ടു സി ബൈ റൂട്ട് ഓഫ് ഫൈ പ്രൈം. ഓക്കെ, സി എന്ന് പറയുന്നത് ഒരു റിയൽ കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഈ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് അത്ര എളുപ്പത്തിൽ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യുന്നത്.
Okay, so assume that the amplitude A varies slowly. So A double prime A വാരി ചെയ്യുന്നുണ്ടെങ്കിൽ A ഡബിൾ പ്രൈം വെരി സ്ലോലി ആണ് വാരി ചെയ്യുന്നത്. അപ്പോൾ A ഡബിൾ പ്രൈം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആയിരിക്കും. A പ്രൈം എന്ന് പറയുന്നത് തന്നെ ഒരു ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ A ഡബിൾ പ്രൈം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, സോ A ഡബിൾ പ്രൈം ബൈ A മച്ച് ലെസ് ദാൻ 5 പ്രൈം ദി ഹോൾ സ്ക്വയർ വിച്ച് ഈസ് മച്ച് ലെസ് ദാൻ പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ. സോ നമുക്ക് LHS ഇക്വേഷൻ 2 LHS എന്ത് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യാം. സോ നമുക്ക് 5 പ്രൈം ദി ഹോൾ സ്ക്വയർ മൈനസ് പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ 5 പ്രൈം സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ. 5 പ്രൈം എന്ന് പറഞ്ഞാൽ പി ബൈ എച്ച് കട്ട്. അപ്പോൾ അതിൽ 5 പ്രൈമിനെ നമ്മളിങ്ങനെ d5 ബൈ dx അല്ലേ, വിത്ത് റെസ്പെക്ട് എക്സ് ഡെറിവേറ്റീവ് ആണ്, അതിനാണ് നമ്മൾ പ്രൈം എടുത്തത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പി ബൈ എച്ച് കട്ട്. ഇതിനെന്ത് ചെയ്യാം, നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. സോ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ബൈ എച്ച് കട്ട് ഇൻറ്റു ഇൻറ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫൈ ഓഫ് എക്സ് കിട്ടി. അതേപോലെ തന്നെ എയും നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് അതിനെന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സൈഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. സൈ ഓഫ് എക്സ് ഈക്വൽ ടു എ ഇ റൈസ് ടു ഐ ഫൈ എക്സ്. ആ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയുടെ വാല്യൂ സി ബൈ റൂട്ട് ഓഫ് 5 പ്രൈം ആണ്. ആൻഡ് ഈ ഐ ഇൻറ്റു ഫൈയുടെ വാല്യൂ നമ്മൾ കൊടുത്തു, ഇൻറ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, സോ നമുക്ക് സൈ ഓഫ് എക്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സി. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഏത് കോൺസ്റ്റൻറ്റ് വന്നാലും അതിന് നമ്മൾ സിക്ക് എടുത്തു. അപ്പോൾ സി ബൈ റൂട്ട് ഓഫ് പി ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു പ്ലസ് ഓർ മൈനസ് ഐ ബൈ 5 ഇൻറ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, സോ ഇതാണ് അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ അപ്രോക്സിമേറ്റ് സൊല്യൂഷനാണ് 1D കേസിൽ. ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു ടേമാണ്, 2 കോമ്പിനേഷൻ, ലീനിയർ കോമ്പിനേഷൻ ഓഫ് 2 സച്ച് ടേംസ്. അപ്പോൾ നമ്മൾ മോഡ് സൈ ഓഫ് എക്സ് സ്ക്വയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് മോഡ് സി സ്ക്വയർ ഡിവൈഡ് ബൈ പി ഓഫ് എക്സ്. അപ്പോൾ മോഡ് സൈ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റിയാണ്. അപ്പം പ്രോബബിലിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദി മൊമെൻറ്റം, ക്ലാസിക്കൽ മൊമെൻറ്റം ഓഫ് ദ അറ്റ് പെർട്ടിക്കുലർ പോയിൻറ്റ് എക്സ്. സോ അറ്റ് ദാറ്റ് പോയിൻറ്റ് ക്ലാസിക്കൽ മൊമെൻറ്റത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് യു വുഡ് എക്സ്പെക്ട്. ഇപ്പോൾ ക്ലാസിക് 1/pക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ mv ആണ് അല്ലേ. അപ്പോൾ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് എന്താണ്, ഒരു ക്ലാസിക്കൽ റീജിയനിലാണെങ്കിൽ ആ പാർട്ടിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ അതിന് ക്യാച്ച് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ.